നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് 2025 ഇവർക്കുണ്ടാകാവുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് ആദ്യം പൊതു സ്വഭാവത്തിലേക്ക് കടക്കാം. നക്ഷത്രങ്ങൾ മുഴക്കോൽ പോലെ കാണപ്പെടുന്നതാണ്. മഹാവിഷ്ണുവാണ് ഇവരുടെ ദേവത. ചിഹ്നമാണെങ്കിൽ അളവുകോലാണ്. ഈ നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും ക്ഷമാശീലരുമായിരിക്കും. വളരെ ചിന്തിച്ച ശേഷമേ ഏത് കാര്യത്തിനും മുതിരുകയുള്ളൂ. അക്കാരണത്താൽ ഇവർ വേണ്ടത്ര ധൈര്യവും ഒരു മനസ്സിനൊരു ബലവും ആത്മബലവും കാണിച്ചില്ല എന്ന് വരും. ഈ നക്ഷത്രക്കാർ ഉപകാരസ്മരണയുള്ളവരും സന്തോഷ ലബ്ധി കൊണ്ട് അനുഗ്രഹീതരായിരിക്കും. അതായത് എപ്പോഴും ഒരു പ്രസന്ന മനസ്സ് അല്ലെങ്കിൽ പ്രസന്നത ഇവരുടെ മുഖത്ത് എപ്പോഴും കളിയാടും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അതിവേഗം സുമംഗലിയാകുന്നതിനുള്ള യോഗം കാണുന്നു. കിടക്ക, തലയിണ, പട്ടുവസ്ത്രം എന്നീ വസ്തുക്കളിൽ ഇവർക്ക് അതീവ താല്പര്യമുണ്ടാവും. അന്യരുടെ സഹായം കൂടാതെ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള സ്വഭാവമായിരിക്കും ഇവർ. ആഗ്രഹങ്ങൾ വിചാരിക്കുന്നത് പോലെ സാധിക്കാതെ വന്നാൽ ദേഷ്യവും അരിശവുമൊക്കെ പ്രകടിപ്പിക്കും. വാക്കും പ്രവൃത്തിയും കൃത്യമായിരിക്കും. സൽസ്വഭാവികളായിരിക്കും. അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനം മൂലം മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾക്ക് ഇവർ പാത്രീഭൂതരാകും. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ കഴിയുന്ന സഹായം ചെയ്യുന്നവരാണ് ഇവർ. ആരോടെങ്കിലും വിരോധം തോന്നിയാലോ അത് മറച്ചു വച്ച് സംസാരിക്കുവാൻ ഇവർക്ക് അറിയില്ല. ഈശ്വരഭക്തിയും ഗുരുഭക്തിയും ഉണ്ടാകും. ബന്ധുക്കൾക്കും സ്നേഹിതർക്കും വേണ്ടി കഴിവിനേക്കാൾ കൂടുതൽ പരിശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്യും. എങ്കിലും അവരിൽ നിന്നും ഗുണത്തേക്കാൾ ദോഷമായിരിക്കും ലഭിക്കുക. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആകർഷണീയത ഉണ്ടായിരിക്കും. കാരണം ഇവർ ചന്ദ്രദശയിലാണ് ജനിച്ചിരിക്കുന്നത്. ഭാഗ്യത്തോടൊപ്പം തന്നെ നിർഭാഗ്യവും കടന്നു വരും. പലപ്പോഴും ജീവിത പുരോഗതിയെ ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഭരണരംഗത്ത് വിജയിക്കും. അധികാരസ്ഥാനത്തിന് വേണ്ടി പരിശ്രമിക്കും. വിദ്യാഭ്യാസം എന്തു തന്നെ ആയാലും അറിവിനും വിവരത്തിനും കുറവുണ്ടാവുകയില്ല. ഒരേ സമയം ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും. ആരുടെയും കീഴിൽ പണിയെടുക്കുവാൻ ഇവർ താല്പര്യപ്പെടുകയില്ല. രാഷ്ട്രീയം, ജലവുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങൾ, സ്വർണ വ്യാപാരം എന്നീ മേഖലകളിൽ വിജയിക്കും. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം അവർ തന്നെ മറന്ന് സഹവർത്തിത്വത്തിന് തയ്യാറാവും. ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കലാപരമായ പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടാകും. സൗന്ദര്യവും സംഭാഷണ ചാതുര്യവും ഉണ്ടാകും. പരോപകാരിയായിരിക്കും. സന്താന ഭാഗ്യവും തൃപ്തികരമായിരിക്കും. 2025 ഇവർക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഏറ്റെടുക്കുന്ന കർമ്മങ്ങളെല്ലാം തന്നെ എല്ലാം നന്നായി ചെയ്തു തീർക്കുവാൻ ശ്രമിക്കും. വിജ്ഞാനം ആർജിക്കുവാനും പകർന്നു കൊടുക്കുവാനും ഒരു അവസരം ഉണ്ടാകും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബത്തിലെ അകാരണ കലഹങ്ങൾ ഒഴിവാകും. വാദ നിർദോഷ പ്രമേഹ രോഗങ്ങൾക്ക്, വാദവും ഈ ജലദോഷ നീർദോഷ പ്രമേഹ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയും പ്രാണായാമവുമൊക്കെ ആവശ്യമായി വരും.
ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമാകും. ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷ വേണ്ട വിധത്തിൽ പങ്കെടുക്കുവാനും അതിൽ വിജയം കൈവരിക്കുവാനും സാധിക്കും. പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് അല്പം നന്നായിരിക്കും. പ്രലോഭനങ്ങളിൽ ചെന്ന് പെടരുത്. വിൽപ്പനോദ്ദേശം മനസ്സിൽ കരുതി വാങ്ങിയ ഭൂമിക്ക് പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകില്ല. അവിചാരിത ചെലവുകളാൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് കടം വാങ്ങേണ്ടതായി വന്നേക്കാം. മഹാവ്യക്തികളുടെ ആശയങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ജീവിത വിജയം നേടും. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. ബന്ധുവിന്റെ സമീപനത്തിൽ അപ്രീതി തോന്നുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത്. സുപ്രധാനങ്ങളായ കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം തന്ത്രപൂർവം പ്രകടിപ്പിക്കാതിരിക്കുവാനും അത് പരിഹരിക്കുവാനും ശ്രമിക്കും. അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയവും മൂലം സ്വീകരിച്ച കർമ്മപദ്ധതികൾക്കെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഫലത്തിലെത്തുവാൻ സാധിക്കും. ഗുരുക്കന്മാരുടെ അനുഗ്രഹശിസ്സുകളോടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിനാൽ തൊടുന്നതെല്ലാം വിജയിക്കുവാനുള്ള യോഗം കാണുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും അമിതമായ ആത്മപ്രശംസ ഒഴിവാക്കണം. ചന്ദ്രദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം കൂടുതൽ ഗുണഫലങ്ങൾ വരും. 2025 മെയ് 15 വരെയുള്ള സമയം ഇവർക്ക് കൂടുതൽ അനുകൂലമായിരിക്കും. പിന്നീട് അങ്ങോട്ട് അല്പസ്വല്പം വ്യാഴം 6ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് അല്പസ്വല്പം പ്രതിസന്ധികളെ നേരിടേണ്ടതായി വന്നേക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതുപോലെ തന്നെ വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നതും ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണുമായ സ്വാമിക്ക് അതുപോലെ തന്നെ ധർമ്മശാസ്താവിനൊക്കെ വഴിപാട് കഴിച്ച് രാശിനാഥനായ ശനീശ്വരനെ തൃപ്തിപ്പെടുത്തുന്നതും നന്നായിരിക്കും. പൊതുവെ ഇവർ അനുകൂലമായ സാഹചര്യങ്ങളിൽ എല്ലാം ശേഖരിച്ചു വയ്ക്കുകയും പിന്നീട് അത് കുറേശ്ശെ ഉപയോഗിക്കുവാനുള്ളൊരു കഴിവ്, ചിലവഴിക്കാനുള്ളൊരു കഴിവ് ഇവർക്കുള്ളത് കൊണ്ട് ജീവിത വിജയം ഇവർക്ക് നിശ്ചയമായിരിക്കും. 2025 എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ തിരുവോണം നക്ഷത്രക്കാർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.